ദൂഷ്യ സ്വഭാവം സ്ത്രീകളിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സഹജമായ പ്രശ്നമാണ് അത് എന്ന് കരുതി ക്ഷമിക്കാനും സഹിക്കാനും നാം തയ്യാറാവണം. സ്ത്രീകളിലെ വളഞ്ഞ സ്വഭാവം മിക്കവാറും അവരുടെ സംസാരത്തിലൂടെയാണ് വെളിപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിപരമായ ഈ ന്യൂനത കണ്ടറിഞ്ഞ് സഹവർത്തിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് നോക്കാം. ഭാര്യയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് പരാതിയുമായി ഒരാൾ ഒരിക്കൽ ഖലീഫയെ കാണാൻ വീട്ടിലേക്ക് വരികയാണ്. ഖലീഫയെ കാത്ത് വീടിന് വെളിയിൽ നിൽക്കുകയായിരുന്ന അയാള് അപ്പോഴതാ വീട്ടിനകത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പത്നി പരുഷമായി പലതും പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഒന്നും മറുപടി പറയാതെ നിൽക്കുകയുമാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഈ ഉള്ളവന്റെ അവസ്ഥ എന്താണ്? അങ്ങനെ പരാതി പറയാൻ വന്ന അയാൾ ഉടനെ തന്നെ അവിടെ നിന്ന് മടങ്ങുകയാണ്. പക്ഷെ അപ്പോൾ ഖലീഫ ആഗതനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു കാര്യം അന്വേഷിച്ചു. ആഗതൻ പറഞ്ഞു, ഞാനേ എൻ്റെ ഭാര്യയുടെ പരുഷ പെരുമാറ്റത്തെക്കുറിച്ച് പരാതിപ്പെടാൻ വന്നതായിരുന്നു ഇവിടത്തേക്ക്. അപ്പോഴാണ് താങ്കളുടെ ഭാര്യയും അவ்விധം പെരുമാറുന്നത് കേട്ടത്. പിന്നെപ്പോ അതിനാൽ ഞാൻ മടങ്ങുകയാണ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയ സഹോദര, അവൾക്ക് എൻ്റെ മേലുള്ള അവകാശങ്ങൾ ഞാൻ അംഗീകരിക്കുകയാണ്. അവൾ എനിക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കുന്നുണ്ട്, വസ്ത്രം അലക്കുന്നുണ്ട്, കുട്ടിക്ക് പാൽ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊന്നും അവളുടെ ബാധ്യതയല്ലല്ലോ. അതോടൊപ്പം അവൾ എൻ്റെ മനസ്സിനെ നിഷിദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിനാൽ ഞാൻ അവൾക്ക് വേണ്ട പരിഗണനയും നൽകുകയാണ്. ഇത് കേട്ടപ്പോൾ ആഗതൻ പറയുകയാണ്, എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹോദര, എന്നാൽ നീ അവളെ സഹിക്കുക, ക്ഷമിക്കുക. കുറഞ്ഞ കാലത്തെ ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ഭാര്യയുടെ ഏത് സ്വഭാവത്തെയും ക്ഷമയെന്ന കവചം കൊണ്ട് പ്രതിരോധിക്കാൻ ഭർത്താവ് പഠിച്ചിരിക്കണം. എത്ര രൂക്ഷമായ പ്രശ്നങ്ങളാണെങ്കിലും സഹനത്തോടെ കൈകാര്യം ചെയ്യണം. ഭാര്യമാരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ക്ഷമയും സഹനവും കൈക്കൊള്ളുന്നവന് വലിയ പ്രതിഫലമാണ് ഉള്ളത്. സ്ത്രീകളിൽ നല്ലവൾ വെളുത്ത ചിറകുള്ള കാക്കയെ പോലെയാണ്, അഥവാ അപൂർവമാണെന്നാണ് ഹദീസിന്റെ സാക്ഷ്യപ്പെടുത്തൽ.